ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കട്ട്ലറ്റാണ്. ബ്രെഡ് ക്രംസ് ഒന്നും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഈ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഈ വെജിറ്റബിൾ കട്ട്ലറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 3 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഇതുപോലെ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ഗ്രീൻ പീസ്. ഈ വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി 1/2 കപ്പ് വെച്ച് കോളിഫ്ലവർ, ബീൻസ്, ബീട്രൂട്ട്, ഒരു വലിയ സവാള, ഉപ്പും എണ്ണയും ആവശ്യത്തിന്, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി കട്ട്ലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ എണ്ണയൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഇനി ഇത് വീണ്ടും ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് വഴറ്റാം. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് എല്ലാ പച്ചക്കറികളും ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. സവാള ഇപ്പോൾ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ്, ഗ്രീൻ പീസ്, ബീൻസ്, കോളിഫ്ലവർ, ബീട്രൂട്ട് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് നമുക്ക് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇപ്പോൾ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് ഈ വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ വെജിറ്റബിൾസ് കുക്കാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഈ വെജിറ്റബിൾസ് നന്നായിട്ട് കുക്കായി കിട്ടും. ഇപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എല്ലാ മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പൊടികളുടെ പച്ച ഫ്ലേവറൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉരുളക്കിഴങ്ങും ഈ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് ബ്ലെൻഡായി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ തവി വെച്ചിട്ട് വെജിറ്റബിൾസ് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഈ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് ബൈൻഡായി കിട്ടാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡായി കിട്ടാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്യാം. ഗോതമ്പ് പൊടിയുടെ അളവ് നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നൊരു പാകത്തിന് വരുന്നതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ ബോൾസായിട്ട് ഉരുട്ടി കയ്യിൽ വെച്ചതുപോലെ പരത്തിയെടുക്കാം. ഞാനിവിടെ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം എണ്ണ ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്തും എടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് എണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി ഓരോ കട്ട്ലറ്റായിട്ടിട്ട് തിരിച്ചു മറിച്ചുവിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തീ കുറച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കട്ട്ലറ്റ് ഇപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ടാറ്റാ, ബൈ ബൈ.